എനിക്കുണ്ട് പയ്യല് വീറായത്തിൽ ഒത്തൊരു നീത്ത് കള്ളിത്തും കൊണ്ട് ഒരുവൻ ഇതൊരു വാക്ക് ഞാൻ തെറ്റിടാതെ രീതിയില്ല. ഇപ്പൊ നേരത്തെ വരുമ്പോ നല്ല സോപാന സംഗീതമാണ് കേട്ടത്. ആ സോപാന സംഗീതത്തിൽ പാടിയ ഭഗവതി സ്തുതി ഘനസംഘമല്ല, പക്ഷെ ഘനസംഘമാണ് സോപാനത്തിന് കേരളീയ വരികൾ കൽപ്പി കൊടുത്ത പൂന്താനത്തിന്റെ കൃതി. പൂന്താനമാണ് ഘനസംഘം എഴുതിയത്. ചെമ്പനം പറവടിയും ഘനസംഘം എഴുതിയത് പൂന്താനമാണ്. പൂന്താനം നമുക്കൊരു കേരളീയ മാർഗം ഉണ്ടാക്കിയത്. നമ്മുടെ അമ്പലങ്ങളിലൊക്കെ ഗീതഗോവിന്ദമാണ് പാടുന്നത്. ഗീതഗോവിന്ദത്തിന് ഒരുപാട് കേരളീയ മാർഗങ്ങൾ കണ്ടു. വലിയ കേരളീയതയെ കുറിച്ച് നിർവചിക്കാൻ തുടങ്ങിയാൽ ഞാൻ ഈ വൈക്കം മേശാന്തി ശങ്കരനമ്പൂതിരി അത്ഭുതകരമായ രീതിയിൽ സോപാന ആരംഭിക്കുന്നു. നമ്മൾ കേട്ടിട്ടുള്ള സോപാന വഴക്കങ്ങളെ അല്ല, കല്യാണ സ്വഭാവം കൊണ്ട് ചിട്ടപ്പെടുത്തിയ രീതി. യാഹി മാധവ യാഹി കേശവ മവദ കൈതവവാദം ധമനുസര സരസീരുകലോചന യാദവ ഹരതി വിഷാദം. അതിനു മുമ്പ് കേരളത്തിൽ ഇങ്ങനെ സോപാന വഴക്കമേ ഇല്ല. അങ്ങനെ നമ്മൾ നവീകരിച്ച് കൊണ്ടുവന്ന ലോകത്തുണ്ടായ എല്ലാ സൗന്ദര്യധാരകളെയും കേരളത്തിലേക്ക് ആവാഹിക്കാൻ വന്ന വലിയൊരു സംസ്കൃതി ഉണ്ടായിരുന്നു. ലോകത്തെ എല്ലാ കൃതികളും നമ്മൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? ഏത് കൃതിയാണ് പരിഭാഷപ്പെടുത്തുന്നത്? ലോകത്ത് മികച്ച ക്ലാസിക്കുകളൊക്കെ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. മലയാളത്തിന് അധികമൊന്നും പുറത്തേക്ക് പോയിട്ടില്ല, അതുപോലെ കാര്യം. പക്ഷെ മലയാളികൾ കിട്ടാവുന്നതൊക്കെ മലയാളത്തിൽ തന്നു. ഇപ്പൊ ശ്രീരാധാകൃഷ്ണന്റെ എത്രയോ നോവലുകൾ മറ്റു ഭാഷകളിലേക്ക് വരേണ്ടതാണ്. വളരെ അപൂർവ നോവലുകളെ വന്നിട്ടുള്ള എംടിയുടെ വന്നു, വളരെ കുറച്ച് നോവലുകളെ വന്നു. പക്ഷെ ലോകത്തുള്ള എല്ലാ കൃതികളും നമ്മൾ അതത് കാലത്ത് നമ്മുടെ ഭാഷയിലേക്ക് മുതൽക്കൂട്ടി. നമുക്കൊരു സമ്പന്നമായ ജനസംസ്കാരമുണ്ട്. അതുകൂടി പറഞ്ഞാലേ പൂർത്തിയാവും. ഒരു എഴുത്തച്ഛനെ സൃഷ്ടിക്കുന്നത്, ഒരു കുഞ്ചൻ നമ്പ്യാരെ സൃഷ്ടിക്കുന്നത്, ഒരു മോയിൻകുട്ടി വൈദ്യരെ സൃഷ്ടിക്കുന്നത്, ഒരു കുമാരനാശാനേക്കാൾ വലിയ കവിയായിരുന്നു ശ്രീനാരായണ ഗുരു എന്നാണ് എൻ്റെ വിചാരം. പറഞ്ഞ ആളുകൾ സമ്മതിക്കുമെന്നില്ല. കുമാരനാശാനേക്കാൾ വലിയ കവിയായിരുന്നു ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിനെ സൃഷ്ടിക്കുന്നത്, ഒരു ചങ്ങമ്പുഴയെ സൃഷ്ടിക്കുന്നത്, ഒരു കടമ്മനിട്ട രാമകൃഷ്ണനെ സൃഷ്ടിക്കുന്നത്, ഒരു പി ഭാസ്കരനെയും വയലാറിനെയും സൃഷ്ടിക്കുന്നത് അവർ കവികളാണെന്ന് തന്നെയാണ് എൻ്റെ ഉത്തമമായ വിശ്വാസം. കവികളെല്ലാവരും ബുദ്ധിജീവിയോട് വിചാരിക്കുന്നുണ്ടെങ്കിലും അവരുടെ കൂടെ ഞാൻ കൂടില്ല. കാരണം മലയാളത്തിലെ മികച്ച കവികളുടെ നിലയിലാണ് എനിക്ക് പി ഭാസ്കരനെയും വയലാറിനെ പെടുത്താൻ ഇഷ്ടം. പാട്ടിൽ നിന്ന് തുടങ്ങിയിട്ട് പാട്ടിലേക്ക് വളർന്നതാണ്. കൃഷ്ണപ്പാട്ടിൽ നിന്നാണ്, കിളിപ്പാട്ടിൽ നിന്നാണ്, മാപ്പിളപ്പാട്ടിൽ നിന്നാണ്, അല്ലേ? പാട്ടിൽ നിന്നാണ് മലയാളം രൂപപ്പെട്ട് വന്നത്, പാട്ടിലേക്ക് വികസിക്കുകയാണ് ചെയ്തത്. അങ്ങനെ സൂക്ഷ്മമായി നമ്മൾ പഠിക്കുമ്പോൾ ഇതൊക്കെ ചേർന്നാണ് മലയാളത്തിൻ്റെ അതിവിസ്തൃതമായ ഒരു ഭൂപടം ഇതിനോടൊക്കെ കടപ്പെട്ടിരിക്കുകയാണ്. കുഞ്ചൻ ചങ്ങമ്പുഴയോളം മലയാളത്തിൻ്റെ താളവഴക്കങ്ങൾ ഉപയോഗിച്ചൊരു കവി വേറെയില്ല. ഞാനിങ്ങനെ അത്ഭുതത്തോടെ ഓർക്കാൻ, ഈ ജനസംസ്കാരം ഇല്ലെങ്കിൽ മച്ചാക്കളേതിൻ്റെ അനവധി കൈകൊട്ടി കളിപ്പാട്ടുകളാണ്. ആ രാവിൽ നിന്നോട് ഞാൻ ഓതിയ രഹസ്യങ്ങൾ ആരോടും അരുളരുത് ആരോമനെ നീ എന്ന ചങ്ങമ്പുഴയുടെ വരി മച്ചാക്കളേതിൻ്റെ ഒരു താളത്തെ കടകൊള്ളുന്ന. മച്ചാക്കളേതിനെ നമുക്ക് അറിഞ്ഞുകൂടാ. മച്ചാക്കളേത് എത്രയോ കൈകൊട്ടി കളിപ്പാട്ടുകൾ കൂടിയാണ്. കൈകൊട്ടി കളിപ്പാട്ടുകൾ കുറത്തിപ്പാട്ടുകളായിട്ടാണ് ആദ്യകാലത്ത്. കുറത്തി വൃത്തം തന്നെ മലയാളത്തിന്റെ പ്രാഥമികമായ വൃത്തമുണ്ടെന്നാണ്. ശ്രീഭുവനം ദേശം കന്നിമുന്നം നാട്ടിലെ പിറന്നൊരു ഉറത്തി വിഷ്ണുവിങ്കൽ ഭക്തിയോടെ വിശ്വസിച്ചോരു തൻ ഭക്തനായ നൽപുറവൻ കേട്ടുകൊണ്ടവളെ ഏകചക്രനെന്നുള്ളൊരു ബാലനും പിറന്നു. അന്നൊരു നാളപ്പുറവൻ അപ്പുറത്തി തന്നെ ഭംഗിയിൽ വിളിച്ചരീതി ചേർത്തു നിർത്തി ചൊല്ലി. പല രീതിയിൽ വ്യാഖ്യാനിക്കാവുന്ന മാറാവുന്നതായി ചെറിയ ഒരൊറ്റ വൃത്തം. ഇതേ വൃത്തത്തിലാണ് താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നു എന്ന് നമ്മുടെ പാടുണ്ടായി. ഞാനും ഒന്നു പെറ്റാൽ 10 പെറ്റ മേനി എന്ന പാട്ട്. ചിലന്നും ചിലന്നും കാൽപദത്തിൻ ദോഷ, അങ്ങനെയല്ല പാടാറുള്ളത്. ചിലന്നും ചിലന്നും കാൽപദത്തിൻ ദോഷ ഓഷ കെട്ടി മാമതിയ പിന്തിരിഞ്ഞിരുന്നു. എത്ര വ്യത്യാസം തോന്നും കേൾക്കുമ്പോൾ. ഒറ്റയല്ല, പലതാണെന്ന് തോന്നിപ്പിക്കുന്ന ഈ ഏകത്വമാണ് മലയാളം സൃഷ്ടിച്ചത്. എത്രയോ നാട്ടുപാട്ടുകളെ നമുക്ക് ഉദാഹരിക്കാനുണ്ട്. ഗണകകവിയെ ഉദ്ധരിച്ചതുപോലെ തന്നെ എഴുത്തച്ഛന് മുമ്പുണ്ടായിരുന്ന അനേകം നാടോടി പാട്ടുകൾ എഴുത്തച്ഛനെ സ്വാധീനിച്ചു. കുഞ്ചൻ നമ്പ്യാർക്ക് മുമ്പുണ്ടായിരുന്ന കുഞ്ചൻ നമ്പ്യാർ ഒരുപക്ഷെ ക്ഷേത്രത്തിൽ
പ്രവേശനം നിഷേധിക്കപ്പെടുകയാണല്ലോ, അല്ല കളിയാക്കപ്പെട്ട് പുറത്താക്കപ്പെടുക. എം ഗോവിന്ദൻ നിരീക്ഷിക്കുന്നത്, ഗോവിന്ദനെ ഓർക്കാതിരിക്കാൻ നോക്കിയില്ല, വിശേഷം തോമസ് മാത്യു സാറോട് ഇരിക്കുമ്പോൾ ഗോവിന്ദൻ എന്നൊരു അധികമൊന്നും ഓർക്കപ്പെടാതിരിക്കുന്ന ഒരു വലിയ ധിഷണാശാലിയെ ഓർത്തു പോവാണ്. കാരണം ഗോവിന്ദൻ പറയുന്നുണ്ട്, ചാക്യാരോട് പിണങ്ങി ഭ്രഷ്ടനാക്കപ്പെട്ടപ്പോൾ ഭ്രഷ്ടന്റെ പ്രതിസന്ധി തീർക്കാൻ കുഞ്ചൻ നമ്പ്യാർ കൂട്ടുപിടിച്ചത് അക്കാലത്തെ പാറയനെയും ഓട്ടനെയും ശ്രീരംഗനെയൊക്കെയാണ്. കുഞ്ചൻ നമ്പ്യാരുടെ ഒരു മാർഗം കൊണ്ടു കിടക്കുന്ന ആളാണ് നമ്മുടെ ജയരാജുവായൂർ, ആധുനിക വിദൂഷകനാണ്. അപ്പൊ കുഞ്ചൻ നമ്പ്യാർ അന്ന് 18-ാം നൂറ്റാണ്ടിൽ അധകൃത സംസ്കൃതിയെ ക്ഷേത്രപ്രവേശനം ചെയ്യിച്ചാണ്. അത് പറയുന്നത് ഞാനല്ല, എം ഗോവിന്ദൻ പറഞ്ഞത്. 20-ാം നൂറ്റാണ്ടിലാണ് നമ്മൾ വൈക്കത്തും ഗുരുവായൂരും ഒക്കെ അധകൃതരുടെ ഒരേ അമ്പലത്തിൽ കയറ്റാൻ വേണ്ടി സത്യാഗ്രഹം നടത്തിയത്.